ആർക്കൊക്കെയോ ഉപ്പുമാവിനോട് ഭയങ്കര വിരോധമാണ് അത്രേ. അതെന്തിനാണ് ഇത്ര വിരോധം? നല്ല മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് വേറെ അവിടെ കിട്ടും. പഴം കൂട്ടി കഴിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരു കപ്പ് റവയായിട്ട് എടുത്തിരിക്കണേ. അത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമുക്കൊരു 5-6 മിനിറ്റ് അങ്ങോട്ട് വറുത്തെടുക്കാം ആദ്യം തന്നെ. ഇനി അതേ പാനിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കടുക്, ഉഴുന്ന്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നീളത്തിലായിരുന്ന ഒരു സവാളയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ക്യാരറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് അതുകൊണ്ട് ചേർത്തോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ കുറച്ച് പച്ചക്കറി അവിടെ മക്കളുടെ വയറ്റിലെത്തുള്ളൂ. ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തെ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കപ്പ് റവക്ക് 1.25 കപ്പാട്ടാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവിയില്ലേ, ആ റവിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ. നല്ലോണം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ റവയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അങ്ങോട്ട് എത്തണം. ഇനി അങ്ങോട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടേ ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഇതങ്ങോട്ട് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാലേ ഇതങ്ങടെ അടിമുടി ഇളക്കി മറിച്ചിട്ട് കൊടുക്കാനൊന്നുമല്ല. ഇതേപോലെ കുത്തി നമുക്ക് അങ്ങോട്ട് ഉടച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുള്ളൂ. നമ്മളിതങ്ങടെ ആകെപ്പാടെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വലിയ വലിയ കട്ടകളൊക്കെ കുത്തി ആകെ കോളായിപ്പോവും. അപ്പം ഇതേപോലെ തന്നെ ഉടച്ചെടുത്താൽ മതിട്ടാ. ഉപ്പുമാവിന് കറിയായിട്ടേ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്?